IPL-ന്റെ 17ാം സീസണിന് മുമ്പ് ചെന്നൈ സൂപ്പർ കിങ്സിന്റെ ഇതിഹാസ നായകൻ MS ധോണിയുടെ ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റ് ആരാധകരെ കൺഫ്യൂഷനിലാക്കിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസമായിരുന്നു ഫേസ്ബുക്കിൽ അദ്ദേഹം ഒരു പോസ്റ്റ് ഇട്ടത്. പുതിയ സീസണും പുതിയ റോളിനും വേണ്ടി കാത്തിരിക്കാൻ സാധിക്കുന്നില്ല, സ്റ്റേറ്റ് ഉണ്ടെന്നായിരുന്നു ധോണി ഫേസ്ബുക്കിൽ കുറിച്ചത്. ഇതോടെ പലതരത്തിലുള്ള അഭ്യൂഹങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത്. എന്താവും ധോണി സൂചിപ്പിച്ച പുതിയ റോളെന്ന് ആരാധകർ തലപുകയ്ക്കുകയാണ്. സോഷ്യൽ മീഡിയയിൽ ആരാധകർ പല രീതിയിലാണ് ഇതിനെ വ്യാഖ്യാനിക്കുന്നത്. 42കാരനായ ധോണിയുടെ അവസാനത്തെ IPL സീസണായിരിക്കും ഇതെന്ന് ഏറെക്കുറെ ഉറപ്പായിരിക്കുകയുമാണ്. ഇനിയൊരു സീസൺ കൂടി അദ്ദേഹം കളി തുടർന്നാൽ എന്തായിരിക്കും ഏറ്റവും വലിയ അത്ഭുതം? കഴിഞ്ഞ തവണ CSK 5ാമത്തെ കിരീടത്തിലേക്ക് ധോണി എത്തിയപ്പോൾ ഉറപ്പായും വിരമിക്കൽ പ്രഖ്യാപിക്കുമെന്നായിരുന്നു ഏറെ പ്രതീക്ഷിക്കപ്പെട്ടത്. പക്ഷേ ആരാധകർ തനിക്ക് നൽകിയ സ്നേഹവും പിന്തുണയും കാണുമ്പോൾ ഒരു സീസൺ കൂടെ കളിക്കാൻ ആഗ്രഹിക്കുന്നുവെന്നാണ് ഫൈനലിന് ശേഷം ധോണിയുടെ വാക്കുകളുണ്ടായിരുന്നത്. എന്തായിരിക്കും ധോണിയുടെ പുതിയ പരാമർശത്തെക്കുറിച്ചുള്ള റോൾ എന്നാണ് ഏറ്റവും കൂടുതൽ ആരാധകർ അന്വേഷിക്കുന്നത്. ആ 3 സാധ്യതകൾ എന്തൊക്കെയെന്ന് പരിശോധിക്കാം. ആദ്യത്തേത് MS ധോണി CSKയുടെ പുതിയ കോച്ചായി വന്നേക്കുമെന്നാണ്. കളിക്കാരൻ എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ ഏറ്റവും നല്ല സമയം ഏറെക്കുറെ അവസാനിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഇനി CSKയുടെ പരിശീലകൻ്റെ റോളിലേക്ക് ധോണി മാറാനുള്ള സാധ്യതയും കൂടുതലാണ്. വിരമിച്ചാലും മറ്റേതെങ്കിലും റോളിൽ CSKയിൽ അദ്ദേഹം ഉണ്ടാകുമെന്ന് ഏറെക്കുറെ ഉറപ്പുമാണ്. നിലവിൽ ന്യൂസിലൻഡിൻ്റെ സ്റ്റീഫൻ ഫ്ലെമിംഗ് ആണ് CSKയുടെ മുഖ്യ പരിശീലകൻ. അദ്ദേഹത്തിന് ടീമിൻ്റെ ഡയറക്ടറായോ ഉപദേശകനായ റോൾ നൽകി പകരം ധോണിയെ കോച്ചെ കൊണ്ടുവരാനുള്ള സാധ്യതയും കൂടുതലാണ്. അത് തന്നെയാണ് പുതിയ റോൾ എന്നത് അദ്ദേഹത്തെ ഉദ്ദേശിക്കുന്നതെന്ന് കാത്തിരുന്ന് കാണേണ്ട കാര്യവുമാണ്. പുതിയ റോൾ എന്നതുകൊണ്ട് ധോണി ഉദ്ദേശിച്ച കാര്യം ഇനി ക്യാപ്റ്റൻസി മാറ്റമായിരിക്കുമോ? ഇത് രണ്ടാമത്തെ സാധ്യതയാണ്. നേരത്തെ ഒരു തവണ ധോണി ക്യാപ്റ്റൻസി സ്ഥാനം ഒഴിയുകയും പകരം സ്റ്റാർ ഓൾറൗണ്ടർ ജഡേജയെ ചുമതല ഏൽപ്പിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ജഡേജയ്ക്ക് കീഴിൽ ടീം തികഞ്ഞ പരാജയമായി മാറി. സീസണിന്റെ മധ്യത്തിൽ വെച്ച് അദ്ദേഹം ക്യാപ്റ്റൻസി സ്ഥാനം രാജിവെക്കുകയും ചെയ്തു. തുടർന്ന് ധോണി വീണ്ടും ചുമതല ഏൽക്കുകയും ചെയ്തു. ഇത്തവണ ധോണി വീണ്ടും ഇത്തരമൊരു നീക്കത്തിന് തന്നെയാണോ തുനിയുന്നതെന്നാണ് അറിയേണ്ടത്. പക്ഷേ അദ്ദേഹം ഒഴിഞ്ഞു കഴിഞ്ഞാൽ ജഡേജ വീണ്ടും ക്യാപ്റ്റനായി വരാൻ സാധ്യതയില്ല. പകരം ഓപ്പണറും യുവതാരവുമായ ഋതുരാജ് ഗെയ്ക്വാഡിന് നറുക്ക് വീഴാനുള്ള സാധ്യതയാണ് കൂടുതൽ. ഈ സീസണിന് ശേഷം കളി മതിയാക്കാനിരിക്കെ ടീമിനെ സുരക്ഷിതമായി കൈകളിൽ എത്തിക്കുക എന്നതായിരിക്കും ധോണിയുടെ ലക്ഷ്യം. സീസണിന് മുമ്പ് ഈ ചുമതല മറ്റൊരാളെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടെ കാര്യങ്ങൾ എളുപ്പമാകും. പുതിയ റോൾ കൊണ്ട് ധോണി ഉദ്ദേശിക്കുന്നത് ക്രിക്കറ്റുമായി ഒട്ടും ബന്ധമില്ലാത്ത കാര്യമായിരിക്കാം. താരങ്ങൾ തങ്ങളുടെ ബാൻഡ് പ്രൊമോട്ടിങ്ങിനായി മുന്നോട്ട് വരുന്നത് നേരത്തെ കണ്ടിട്ടുണ്ട്. ധോണിക്ക് ഇപ്പോൾ തന്നെ ഒരു പ്രൊഡക്ഷൻ കമ്പനിയുമുണ്ട്. കൂടാതെ സുഹൃത്തിൻ്റെ ഒരു സ്പോർട്സ് ബ്രാൻഡിൽ അദ്ദേഹം പങ്കാളിത്തം ആരംഭിച്ചതായും വാർത്തകളുണ്ട്. പരസ്യ ക്യാമ്പയിനുമായി ബന്ധപ്പെട്ടതാണോ ധോണിയുടെ പുതിയ സൂചന എന്നാണ് ആരാധകർ ഉന്നയിക്കുന്ന മറ്റൊരു ചോദ്യം.